നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂറിന്റെ മുഖമായിട്ട് നിന്ന 2 വനിതാ ഓഫീസേഴ്സ്. അതിലൊരാളായിട്ടുള്ള കേണൽ സോഫിയ ഖുറേഷി. സോഫിയ ഖുറേഷി എന്ന പേര് കേട്ടപ്പോൾ നമ്മൾ അവരുടെ മതം നോക്കിയില്ല, അവരുടെ റാങ്ക് മാത്രമാണ് നോക്കിയത്. കേണൽ പദവി വഹിക്കുന്ന ഒരു ഓഫീസർ, ആർമിയിലെ ഹയസ്റ്റ് പൊസിഷനിലുള്ള ഒരു വനിതാ ഓഫീസർ. അവരെക്കുറിച്ച് കേട്ടപ്പോൾ നമുക്ക് എല്ലാവർക്കും അഭിമാനമാണ് തോന്നിയത്. ഈ രാജ്യത്തുള്ള സ്ത്രീകൾക്ക് അവരൊരു ഇൻസ്പിറേഷനാണ്, മോട്ടിവേഷനാണ്. അപ്പോൾ ബഹുമാനത്തോടു കൂടിയിട്ട് നോക്കിക്കാണേണ്ട ഒരു സ്ത്രീയെ അപമാനിക്കുക എന്ന് പറയുമ്പോൾ, അതും ഒരു പട്ടാളക്കാരിയെ അപമാനിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ? രാജ്യത്തോട് സ്നേഹമുള്ള രാജ്യസ്നേഹികൾ ആരും തന്നെ ഒരു പട്ടാളക്കാരിയെ അപമാനിക്കത്തില്ല, പ്രത്യേകിച്ച് അവരുടെ മതം നോക്കി അവരെ അപമാനിക്കത്തില്ല. എന്നാൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർ രാജ്യസ്നേഹികളല്ല. ഒരു രാഷ്ട്രീയക്കാരൻ, ഒരു മന്ത്രി, മധ്യപ്രദേശിലെ മന്ത്രിസ്ഥാനം വഹിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരൻ, അയാള് സോഫിയ ഖുറേഷിയെ അപമാനിച്ചേക്കാണ്, കളിയാക്കിയേക്കാണ്. ഇപ്പൊ അത് വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ പോയേക്കാണ്. ഏതായാലും നമുക്ക് ആ വാർത്തയൊന്ന് കാണാം. സോഫിയ ഖുറേഷിക്കെതിരെ മധ്യപ്രദേശ് മന്ത്രിയുടെ ഒരു പരാമർശം നമ്മൾ കണ്ടാണ്. വലിയ തോതിൽ വിവാദമായി, വലിയ പ്രതിഷേധം അതിനെതിരെ ഉയർന്നു. ഇപ്പോൾ ആ മന്ത്രിക്ക് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും അതിരൂക്ഷ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വരികയാണ്. ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന വ്യക്തികൾ ഇത്തരം പരാമർശം നടത്താമോ എന്നാണ് സുപ്രീം കോടതി ചോദിക്കുന്നത്. കേസ് റദ്ദാക്കണമെന്ന വിജയ് ഷായുടെ ആവശ്യം നാളെ പരിഗണിക്കാനും സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുന്നു. ഇതാ നോക്കൂ, ഓപ്പറേഷൻ സിന്ദൂർ എന്ന ആ ഓപ്പറേഷന് വേണ്ടി പഹൽഗാമിന് പകരം ചോദിക്കാനുള്ള ഓപ്പറേഷന് പേരിടുന്നത് പോലും ഇന്ത്യൻ സ്ത്രീ ശക്തിയുടെ പ്രഘോഷണം എന്ന നിലയ്ക്കാണ്. അതിന് നേതൃത്വം നൽകുന്ന 2 ഉദ്യോഗസ്ഥരെ എത്ര അഭിമാനത്തോടെ ആദരവോട് കൂടിയാണ് രാജ്യം കണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെയുള്ള സോഫിയ ഖുറേഷിക്ക് നേരെ പരാമർശം നടത്തുക എന്ന് പറയുന്നത് എത്രത്തോളം നിന്ദ്യമായ നിലപാടാണ്. അതിനെ സുപ്രീം കോടതി ഏതു ഭാഷയിൽ വിമർശിച്ചാലാണ് മതിയാവുക? അത് കണ്ടില്ലെന്ന് നടിക്കാൻ ഏത് ഇന്ത്യക്കാരനാണ് സാധിക്കുക? അതിശക്തമായ നടപടികൾ ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ ഇന്നലെ ഈ വിഷയത്തെ പറ്റിയിട്ട് വീഡിയോ ചെയ്തിരുന്നു. ആ സമയത്ത് ഇത് അത്ര വിവാദമായിരുന്നില്ല. എന്നാൽ ഇതിപ്പോ നല്ല രീതിയിൽ വിവാദമാകും. കാരണം ഈ രാജ്യത്തുള്ള സ്ത്രീകളെ മുഴുവനാണ് അപമാനിച്ചത്. സ്ത്രീകളുടെ പ്രതിനിധിയാണവർ, പട്ടാളക്കാരിയാണവർ. രാഷ്ട്രീയക്കാരെക്കാട്ടിലുമൊക്കെ എത്രയോ ഉയരത്തിലാണ് പട്ടാളക്കാരുടെ സ്ഥാനം. അങ്ങനെ ഒരു പട്ടാളക്കാരിയെ ബഹുമാനിക്കുന്നതിന് പകരം അവരുടെ മതം നോക്കി അവരെ അപമാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വൃത്തികെട്ട ചിന്താഗതിക്ക് ഉടമയായിരിക്കണം ആ ഒരു മന്ത്രി. അയാളൊരു BJP കാരനാണ്. അയാളുടെ രാഷ്ട്രീയമോ മതമോ ഒന്നും തന്നെ ഞാൻ കാര്യമാക്കുന്നില്ല. പക്ഷേ അയാളൊരു മനുഷ്യനാണ് എന്നുണ്ടായിരുന്നെങ്കിൽ അയാൾ ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഇപ്പൊ മാപ്പപേക്ഷയുമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ 10 തവണ മാപ്പ് പറഞ്ഞോളാം. 10 അല്ല, 100 അല്ല, 1000 തവണ മാപ്പ് പറഞ്ഞാലും ഒരു കാര്യമില്ല. വായിൽ നിന്ന് വന്ന വാക്കാണ്. ഒരു തവണ പറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അതും പബ്ലിക്കായിട്ട് പ്രസംഗിക്കുകയാണ്, വന്ന് നിന്ന് വേദിയിൽ കയറി നിന്ന് വന്ന് പ്രസംഗിക്കുകയാണ്. അപ്പോൾ അത് എന്തുമാത്രം വലിയ തെറ്റാണ്. വിജയ് ഷാ എന്ന് പറയുന്ന ഒരു മന്ത്രിയാണ്. അയാൾ വർഷങ്ങളായിട്ട് രാഷ്ട്രീയത്തിലുള്ളതാണ്. MLA സ്ഥാനവും മന്ത്രിസ്ഥാനവും ഒക്കെ ഒരുപാട് തവണ വഹിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. ഇപ്പം എനിക്ക് മനസ്സിലായി, വർഷങ്ങളായിട്ട് രാഷ്ട്രീയത്തിലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വിവരം ഉണ്ടാകണമെന്നില്ല, ബോധം ഉണ്ടാകണമെന്നില്ല. ഒരു ബോധവും ഇല്ല, വിവരവും ഇല്ല. അവരുടെയൊക്കെ മനസ്സിൽ മതത്തിൻ്റെ ചിന്ത മാത്രമാണ്, ജാതി ചിന്ത, മതചിന്ത, അത് മാത്രമാണ് അവരുടെയൊക്കെ ഉള്ളിൽ. അതായത് രാജ്യസ്നേഹം എന്ന് പറയുന്ന ഒരു കാര്യമില്ല. രാജ്യസ്നേഹം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ മതം നോക്കത്തില്ല. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ മതത്തിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി കുറേ ആൾക്കാരുണ്ടായിരുന്നു. അതിൽ ഒരു വ്യക്തിയാണ് ഇയാളും. 100 തവണ മാപ്പ് പറഞ്ഞാലും 1000 തവണ മാപ്പ് പറഞ്ഞാലും ഞങ്ങൾക്ക് ആ മാപ്പ് വേണ്ട. ഇവിടെ സോഫിയ ഖുറേഷി എന്ന ഓഫീസറിനെ മാത്രമല്ല അപമാനിച്ചത്, ഈ രാജ്യത്തുള്ള സ്ത്രീകളെ മൊത്തത്തിലാണ്. സ്ത്രീകൾക്ക് മൊത്തത്തിലാണ് അത് കൊണ്ടത്. അതുകൊണ്ട് തന്നെ ഈ മാപ്പ് ഞങ്ങൾക്ക് ആവശ്യമില്ല. മാപ്പെന്ന് എഴുതിയിട്ട് പേപ്പറിനകത്ത് എഴുതി ചുരുട്ടി കൂട്ടി വല്ല ചാക്കിനകത്തും കിട്ടി അവിടെ വെച്ചോ. നമ്മുടെ വായിൽ നിന്നൊരു വാക്ക് വന്നതിന് ശേഷം പിന്നെ മാപ്പ് പറഞ്ഞിട്ടോ എത്ര തവണ ക്ഷമ ചോദിച്ചിട്ടോ ഒരു കാര്യവുമില്ല. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന വൃത്തികേടാണ് ഇങ്ങനെ വാക്കുകളായിട്ട് പലപ്പോഴും പുറത്തേക്ക് വരുന്നത്. ഒരു ആവേശത്തിൻ്റെ പുറത്ത് സംസാരിക്കുന്നതായിരിക്കാം. ശരിക്കും നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ഒരു പ്രശ്നം തന്നെയാണിത്. ഇത്തരം രാഷ്ട്രീയക്കാർ നമ്മുടെ രാജ്യത്തെ പ്രശ്നമാണ്. മറ്റെന്തിനേക്കാട്ടിലും ഏറ്റവും വലിയ പ്രശ്നം, ഏറ്റവും വലിയ ആപത്ത് ഇതുപോലെയുള്ള രാഷ്ട്രീയക്കാരാണ്. ഇത്തരം ആൾക്കാരെ രാഷ്ട്രീയത്തിൽ ഒരു കാരണവശാലും നിലനിർത്താൻ പാടില്ല. അയാളിപ്പോൾ ഒരു മന്ത്രിയാണല്ലോ, അയാളുടെ മന്ത്രിസ്ഥാനവും തെറിപ്പിക്കണം, അയാളുടെ MLA സ്ഥാനവും തെറിപ്പിക്കണം. ഇനി രാഷ്ട്രീയത്തിലേക്ക് ചുവട് വെക്കാൻ അയാളെ സമ്മതിക്കാൻ പാടില്ല. ഇപ്പൊ സുപ്രീം കോടതി കേസ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. വെറുതെ ഒരു കേസ് എടുത്തിട്ട് ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടുകയല്ല ചെയ്യേണ്ടത്. കേസ് എടുത്ത് ശക്തമായിട്ടുള്ള നടപടി എടുക്കണം.
ഇത്തരം ആൾക്കാർക്ക് നല്ല ശിക്ഷ കിട്ടുന്നു എന്ന് കണ്ടെങ്കിൽ മാത്രമേ ഇതുപോലെ പൊട്ടത്തരം വന്ന് വിളിച്ചു പറയുന്നവർക്ക് അതൊരു പാഠമാകത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്യും. ഓക്കെ, സാധാരണ ഒരു സ്ത്രീ അല്ല അവർ ഓഫീസറാണ്. നമ്മൾ ബഹുമാനിക്കേണ്ട ഒരു സ്ത്രീയാണ്. അവരുടെ പഠിപ്പിനെയും അവരുടെ പദവിയെയും അവരുടെ ജെൻഡറിനെയും ഒക്കെ നമ്മൾ ബഹുമാനിക്കണം. അവരെ പ്രൗഡോട് നോക്കി കാണണം. അവരൊരു ഇൻസ്പിറേഷനാണ്, മോട്ടിവേഷനാണ്. ഈ രാജ്യത്തെ സേവിക്കുന്ന ഒരു പട്ടാളക്കാരി, അവരെക്കുറിച്ചൊക്കെ പറയാൻ എങ്ങനെ തോന്നുന്നു? അങ്ങനെ തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇയാളൊന്നും യഥാർത്ഥ രാഷ്ട്രീയക്കാരനല്ല. അയാളുടെയൊക്കെ ലക്ഷ്യം വെറും സെൽഫിഷ് ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ മാത്രമാണ്. അയാൾക്ക് നാട് നന്നാക്കണമെന്നോ രാജ്യം നന്നാക്കണമെന്നോ ഒരു ചിന്തയുമില്ല. എങ്ങനെയെങ്കിലും ആൾക്കാരെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കണം, അകറ്റണം, മതം പറഞ്ഞ് ജാതി പറഞ്ഞ് അകറ്റണം, അങ്ങനെ അകറ്റി നിർത്തിയിട്ട് ഭരിക്കണം. അതാണ് അവരുടെയൊക്കെ ലക്ഷ്യം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൈം മിനിസ്റ്റർ എടുത്ത ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ തന്നെയായിരുന്നു 2 സ്ത്രീകളെ ബ്രീഫ് ചെയ്യാൻ ഏൽപ്പിച്ചത്. അവരാണ് ഈ ലോകത്തിന് മുമ്പിൽ ഓപ്പറേഷൻ സിന്ധുവിന്റെ മുഖമായിട്ട് നിന്നത്. ഈ രാജ്യത്തുള്ള സ്ത്രീകൾക്ക് മുഴുവൻ അതൊരു പ്രൗഡ് മൊമെന്റ് ആയിരുന്നു. ഇതാണ് റിയൽ ഫെമിനിസം, യഥാർത്ഥ വുമൺ എംപവർമെന്റ്. ഇതാണ്. ഇങ്ങനെ വേണം സ്ത്രീകളാകാൻ. ഇത്രയും ധൈര്യശാലികളും തൻ്റെ ഇടമുള്ളവരുമാകണം സ്ത്രീകൾ. ഇങ്ങനെ ഇൻഡിപെൻഡന്റ് ആകണം. എത്ര സ്ത്രീകൾക്കാണ് അതൊരു മോട്ടിവേഷൻ ആയത്? അതിലൂടെ എത്ര സ്ത്രീകൾ ചിലപ്പോൾ ഒരുപക്ഷെ ആ ഒരു ഫീൽഡിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാകാം, അവരെ 2 പേരെയും കണ്ട്. നമ്മൾ ബഹുമാനിച്ചില്ലെങ്കിലും പോയി അപമാനിക്കാതെ ഇരിക്കുക. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഒരു രാഷ്ട്രീയക്കാരനല്ലേ, ഇത്ര പോലും ബോധമില്ലാതെയാണോ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത്? ഇയാൾക്ക് സ്ത്രീകളോട് എന്തോ ഒരു വെറുപ്പുള്ളതുപോലെയാണ്. സ്ത്രീകളൊക്കെ ഇങ്ങനെ ഉയർന്നു വരുന്നതൊന്നും ഇവർക്കൊന്നും ഇഷ്ടമല്ല. അതാണ് മെയിൻ കാര്യം. ഒന്നാമത് സ്ത്രീകളോട് എതിർപ്പാണ്. സ്ത്രീകൾ ഉയർന്നു വരാൻ പാടില്ല, സ്ത്രീകൾ ഒരിക്കലും രാഷ്ട്രീയത്തിലേക്ക് വരാൻ പാടില്ല, സ്ത്രീകൾ ഒരിക്കലും സമൂഹത്തിന്റെ ഉന്നതിയിലുള്ള പൊസിഷനിലേക്ക് വരാൻ പാടില്ല. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന അത്തരം ചിന്താഗതിയുള്ള ആൾക്കാരാണ് ഇവരൊക്കെ. അതുകൂടാതെ തന്നെ മതത്തിന്റെ പേരിൽ നമ്മുടെ നാടിനെ ഏറ്റവും നന്നായിട്ട് തെറ്റിക്കാൻ പറ്റുന്ന ഒരു മാർഗം എന്ന് പറയുന്നത് മതമാണെന്ന് ഇവർക്കൊക്കെ നന്നായിട്ട് അറിയാം. അതാണല്ലോ പഹൽഗാമിൽ വന്ന വൃത്തികെട്ടവന്മാരും കാണിച്ചത്. സത്യത്തില് അവന്മാർക്കും ഇവർക്കും തമ്മിൽ ഒരു വ്യത്യാസമില്ല. അതാണ് യാഥാർത്ഥ്യം. പഹൽഗാമിൽ വന്നവർക്ക് അറിയാമായിരുന്നു ഇതുപോലെയുള്ള വൃത്തികെട്ടവന്മാർ നമ്മുടെ നാട്ടിലുണ്ട്, അതുകൊണ്ട് ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിക്കോളുമെന്ന്. പക്ഷേ നമ്മൾ എന്തോ ഭാഗ്യത്തിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായില്ല. ഇവിടെ ഒത്തൊരുമയോടുകൂടി ജീവിക്കുന്ന, പരസ്പരം ബഹുമാനിച്ച് ജീവിക്കുന്ന ജനങ്ങൾ ഇപ്പോഴും ഉള്ളത് കൊണ്ട് അങ്ങനത്തെ പ്രശ്നം നമ്മുടെ രാജ്യത്തിനകത്ത് ഉണ്ടായില്ല. ഇല്ലായിരുന്നെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവത്തില്ലായിരുന്നോ? എന്തൊക്കെ സംഭവിച്ചേനെ? നമ്മൾ രാജ്യത്തിനകത്ത് നമ്മൾ ഒത്തൊരുമയോടുകൂടി നിന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയെങ്കിലും വിജയം ഉണ്ടായത്. നമുക്ക് വളരെ സക്സസ്ഫുള്ളി ഈ ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്, ഓപ്പറേഷൻ സിന്ദൂർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. ഇല്ലായിരുന്നുണ്ടെങ്കിൽ പകുതി പട്ടാളക്കാർക്ക് രാജ്യത്തിനകത്ത് വരേണ്ടി വന്നേനെ. നമ്മുടെ ഒത്തൊരുമ തന്നെയാണ് നമ്മുടെ വിജയം. ആ ഒത്തൊരുമ ഇല്ലാതെയാക്കാൻ നോക്കുന്നത് ആരാണെന്നുണ്ടെങ്കിലും അവരെ ഒരു കാരണവശാലും നമ്മുടെ രാജ്യത്ത് വെച്ച് പൊറുപ്പിക്കാൻ പാടില്ല. അതിപ്പോൾ രാഷ്ട്രീയക്കാരനാണെന്നുണ്ടെങ്കിലും, ഏതെങ്കിലും പദവി വഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിലും, മിനിസ്റ്റർ ആണെന്നുണ്ടെങ്കിലും, ആരാണെന്നുണ്ടെങ്കിലും. ഒരു രാഷ്ട്രീയക്കാരൻ എന്ന് പറയുമ്പോൾ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കണം പ്രവർത്തിക്കേണ്ടത്. നാട്ടുകാരെ ഒന്നിച്ചു നിർത്താൻ വേണ്ടിയിട്ട് വേണം പ്രവർത്തിക്കാൻ, അല്ലാതെ നാട്ടുകാരെ അകറ്റാൻ വേണ്ടിയിട്ടായിരിക്കരുത് പ്രവർത്തിക്കേണ്ടത്. അങ്ങനെ നാട്ടുകാരെ അകറ്റാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവർ യഥാർത്ഥ രാഷ്ട്രീയക്കാരല്ല. അവരുടെ ഉദ്ദേശം രാജ്യസേവനമല്ല, നാടിന്റെ സേവനമല്ല. അവരുടെ ഉദ്ദേശം ഒന്ന് മാത്രമേ ഉള്ളൂ: അധികാരം, പണം. പണത്തിന് വേണ്ടിയിട്ടും അധികാരത്തിന് വേണ്ടിയിട്ടും അത്തരക്കാര് നാടിനെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബഹുമാനം ഇല്ലാതെയാക്കും. അപ്പോൾ അത്തരക്കാരെ നമ്മൾ സൂക്ഷിച്ചുകൊള്ളുക. നമ്മൾ ഇന്നത്തെ ലോകത്ത് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് അത്തരക്കാരെയാണ്. അത്തരം കുറുക്കന്മാരുടെ സാന്നിധ്യം ധാരാളം നമ്മുടെ നാട്ടിലുണ്ട്. അവരെ നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ, അവരെ സൂക്ഷിച്ച് അവരുടെ വാക്കുകളെ സൂക്ഷിച്ച് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ നാടിന് ഒരു കുഴപ്പവും ഉണ്ടാവത്തില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ അവരുടെ വാക്കുകൾ കേട്ട് അതേപോലെ പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ നാടിന് പ്രശ്നം വരും.